ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ രാവിലെ നമ്മൾ അത്തായം വയ്ക്കാൻ വേണ്ടിയിട്ട് എണീറ്റതാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം. അവിടെ ഒരാൾ എടുത്തോണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ അടുക്ക് ന്യൂസും കാണുന്നുണ്ട്. എന്താണെന്ന് രണ്ട് കുട്ടികൾ പോയില്ലേ, കാണാതായില്ലേ, അതിനെ പറ്റിയിട്ടാണ് കാണുന്നത്. അപ്പം ഇന്ന് സാമ്പാർ കേബേജ് ഉപ്പേരി ഇനി നമുക്ക് എടുക്കാം. കുരു പറ്റി തന്നെ ചങ്കന്ന് ഇറങ്ങും, എനിക്കറിയില്ല. നമ്മൾ ചോറെടുത്തു. ഇനി കേബേജ് ഉപ്പേരി പിന്നെ സാമ്പാർ. സാമ്പാറിൻ്റെ വെള്ളം കാണാം, ഈ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വലിയ രാത്രി ചോറുന്ന പൂറ്റിക്കണെന്നാ തോന്നുന്നു. ഇനി നമുക്ക് ഫുഡ് അപ്പം ഞാൻ ഏതായാലും ഇത് കഴിക്കട്ടെ. അപ്പോൾ ഞാൻ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു വീഡിയോ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം കുടിക്കണ പരിപാടിയാണ് കേട്ടോ. വെള്ളം അങ്ങോട്ട് ഇറങ്ങുന്നില്ല, ഈ ഒരു സമയത്ത് വെള്ളം കുടിക്കാൻ തോന്നൂല. അപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഗ്ലാസ്. ഒരു ഛർദ്ദിക്കാൻ വരുന്ന പോലെയാണ് വെള്ളം കുടിക്കാൻ പോകുമ്പോൾ. ഉമ്മതാ തട്ടിക്കെട്ടി എല്ലാം ഫ്രിഡ്ജിൽ വെച്ചു. സാമ്പാർ എടുത്ത് കുറച്ച് ബാക്കിയുണ്ടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഐജിൻ്റെ രാവിലെ ദോശ കൊടുക്കാനാണ്. അപ്പം നമുക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ കുടിക്കട്ടോ. അല്ലെങ്കിൽ എന്താണ് ഭയങ്കര പണി കിട്ടും. ദോശ ചുട്ടക്കണം എന്നാണ് ഉമ്മാൻ്റെ ഒരു പച്ച. പക്ഷെ നമ്മക്കുണ്ട് വെയ്ക്കണ് ദോശ ഇപ്പം ചൂടാൻ. അങ്ങനെ ദോശ ഒന്നും ചുട്ട് വെക്കണില്ല കേട്ടോ. മാവ് മാത്രം ഒന്ന് കലക്കി വെച്ചു. രാവിലെ നമുക്ക് ചുട്ടെടുക്കാം, അല്ലെങ്കിൽ പിന്നെ ബലം പിടിച്ചുകൊണ്ട് നിൽക്കും ദോശ ഇപ്പം തന്നെ ചുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി ഇവിടെ കുറച്ച് തുണികൾ മടക്കി വെക്കാനില്ല. ഏതായാലും ബാങ്ക് കൊടുക്കാൻ ഇനിയും കുറച്ച് സമയമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നേരം കാണും ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് തുണികൾ മടക്കി വെക്കുകയും ചെയ്യാമെന്നാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലായി ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കും വൈകിട്ടാവട്ടെ, നോമ്പറന്നിട്ടാവട്ടെ എന്ന്. അപ്പം അങ്ങനെ നീണ്ടു പോകും. അപ്പം നമുക്ക് അത് ചെയ്യാം. രാവിലെ നീറ്റാൽ ഇങ്ങനത്തെ 2 കാലിക്കുടങ്ങൾ ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് വെള്ളം കോരാൻ പോകാനാണ് ഫസ്റ്റ് പരിപാടി. അപ്പം ഞാൻ കുറച്ചു നേരം ഒന്ന് കിടന്നു. അതിന് ശേഷം പിന്നെ നീറ്റതാണ് കേട്ടോ. എണീറ്റ് വരുമ്പോഴത്തേനും ഒരാൾ ഇവിടെ ഇങ്ങനെ നിൽക്കണം കേട്ടോ. പക്ഷേ ഈ ഫോണിൽ കൂടെ കാണുന്നില്ല. അപ്പോൾ ഇന്നത്തോടെ നമ്മളെ ബെഡിൻ്റെ ഉണക്കം അങ്ങോട്ട് മതിയാക്കുകയാണ് കേട്ടോ. മതി ഉണങ്ങിയത് കുറേ ദിവസമായി. ഇതിമ്മ ആരോ വന്നിരിക്കണുണ്ട് കേട്ടോ. എന്തായാലും വണ്ടിയിലെ തട്ടിക്കളയാം. ഇനി നമുക്ക് ബെഡ് അകത്ത് കൊണ്ടാക്കാം. ഐസുട്ടിയാ, ഐസുവാ, ഇത് കൊണ്ടുവച്ചാ. ഒരാൾ എണീറ്റ് വന്ന് നിൽക്കുകയാണ് കേട്ടോ. കിണറ്റ് കഥ പാളി നോക്കി നിൽക്കണ്. എന്നാ അത് കൊണ്ടുവച്ചാ. അപ്പോൾ ഓനെ അത് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേച്ചേക്കണേ. അപ്പോൾ ഓൻ്റെ ഓർഡർ എന്താ വെച്ചാൽ ഇത് ഞാൻ തുറക്കരുത് എന്നാണ്. ഓൻ വന്നിട്ടേ ഇത് പൊന്തിക്കാൻ പാടുള്ളൂ അത്ര. അപ്പം നമുക്ക് അങ്ങനെ കാത്തിക്കാം.
വെള്ളം തിരിച്ചിടല്ല ഇസോ. ഒരാൾ ബ്രഷ് ചെയ്യാണ് കേട്ടോ. ആരെ കാര്യന്ന് മയിലോ? നാലും രണ്ടും 5 ദോശ ഇട്ടിട്ട് ഞാൻ എൻ്റെ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചുട്ടാ. ഇത് പിന്നെ മറ്റയാൾക്കുള്ള ദോശയാണ്. ഓനിപ്പോൾ തന്നെ ഒന്നും നീക്കാത്തതുകൊണ്ട് ഇത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഐജീനാണെന്നുണ്ടെങ്കിലോ ഇവിടെ ഏതെങ്കിലും ഒരു ഫോൺ കിട്ടിയാലേ ഞാൻ വല്ലതും തിന്നുള്ളൂ എന്നുള്ള മട്ടത്തിലാണ് കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്, 3 ദോശയും കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം മാത്രം ഇപ്പോഴും തിന്നു കഴിഞ്ഞിട്ടില്ല കേട്ടോ. എപ്പോൾ കൊടുക്കൽ തുടങ്ങിയതാണ്? നമ്മൾ ചക്കക്കുരുവിലും ഇതിലൊക്കെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. വായിൽ വെച്ചാൽ തന്നെ ഈ സൈഡിലും വെച്ചിരിക്കലാണ് അവൻ്റെ സ്ഥിരം പരിപാടി. ഇനി അവൻ്റെ യൂണിഫോം എടുത്തിട്ട് അടുത്തൊരു പരിപാടി ഇതിൽ ചെയ്യാനുണ്ട് കേട്ടോ. ഇതെന്നും സ്ഥിരം ചെയ്യണതാണ്. വേറൊന്നുമല്ല, ഇങ്ങനൊരു സ്പ്രേ കുപ്പി ഉണ്ട് കേട്ടോ. അത് ഇങ്ങനെ കുത്തി അതിൽ സ്പ്രേ ആക്കലാണ് എൻ്റെ പരിപാടി. സംഭവത്തിൽ ഇത് തീരും വേണം, ഓനക്കൊരു മണമൊക്കെ ഉണ്ടായിക്കോട്ടെ. അവനക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ കുത്തിയിട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം. ഇതേപോലെ ഇങ്ങനെ ആവട്ടോ. കുറച്ചിങ്ങനെ കുത്തുമ്പോൾ കുറച്ച് വെള്ളം അയിമെന്ന് പോയാൽ അയക്കണതായി. അങ്ങനെയാണ് ഞാൻ ആക്കി കൊടുക്കൽ. ഫോഗാണ് ഇട്ടത്, നല്ല മണമൊക്കെ നയിക്കാരം. ഇനി ഇതിമ്മ കുറച്ച് നേരം കെട്ടി മറിയും. ഇതിൻ്റെ ഉള്ളിൽ സംഭവം ഉണ്ട്. അപ്പം എങ്ങനെയെങ്കിലും അത് തീർക്കണമല്ലോ. അപ്പം ഇപ്പോഴേ പറ്റുള്ളൂ. അങ്ങനെ കുത്തി കൊടുത്താൽ അത് റെഡി. നല്ല ശ്രദ്ധിച്ച് നോക്കിയാലേ ഇത് ചാടുന്നത് കാണുള്ളൂ കേട്ടോ. അങ്ങനെ അത്യാവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ ദോശയൊക്കെ ഓനോട് സ്വയം എടുത്ത് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ പിന്നെ ചൂലെടുത്തിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് അടിച്ചു വരി കഴിഞ്ഞിട്ട് രാവിലെ തന്നെ എല്ലാം അങ്ങ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സമാധാനമാണ്. കുറച്ച് നേരം കൂടെ വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് തോന്നൂല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം ഓൻ പോണതിൻ്റെ ആ ഒരു ടൈമിലേക്ക് ഭയങ്കര എനർജിയാണ് കേട്ടോ. ഓനോട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ പോയി, ഓൻ്റെ കൂടെ തന്നെ എല്ലാം പോകും കേട്ടോ. അപ്പോൾ വേഗം തന്നെ അടിച്ചു വാരുകയാണ്. പിന്നെ ഓനെ കൊണ്ടാക്കി വന്നിട്ട് വേണം തുറക്കാൻ. ഇന്നലെ ഇവിടെയുള്ള ഒരു കുട്ടീനെ നായ കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പോണമ്പോൾ തന്നെ ആളവിടെ തന്നെ നിൽക്കണുണ്ടായിരുന്നു. പിന്നെ എന്നെ കണ്ടപ്പോൾ ഓടി. അങ്ങനെ ഞാൻ ഓനൊക്കെ കൊണ്ടാക്കി ബസ്സൊക്കെ കയറ്റിയതിന് ശേഷം വീട്ടിൽ വന്നിട്ട് പിന്നെ നമ്മളെ പച്ചക്കറികൾക്കൊക്കെ കുറച്ച് വെള്ളം നനച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനും കുറച്ച് നനച്ചു കൊടുക്കുകയാണേ. അതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത്. ഐസക്കുട്ടീനെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റോട്ടിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇപ്പോൾ പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്. അങ്ങനെ ഓന് വന്നു. അയ്യോ ഓടിക്കോയി ഉമ്മക്ക് വെയ്യാത്തോണ്ടാണ്. ഓടാ ഞങ്ങൾ ഓടിയാണ്. ഓടി ഓൻ്റെ മുന്നിൽ നമുക്ക് ഓടിപ്പോവും. നോക്കിക്കാ നിർത്തുകാണ്ട് ഓടണാ. അടുത്തോടെ ഇക്കോനെ എടുത്തുകാണ്ട് ഓടാൻ വയ്യാന്ന് പറഞ്ഞു എന്നോട് തെറ്റിക്കാണ്ട് പോയിക്കണം കേട്ടാ. മുന്നിൽ ഓടിക്കണ്. അതാ അവിടെ മതിൽമ ചാരി നിന്നല്ലോ ഒളിച്ചാണ്.
ഇമ്മച്ചിക്ക് വയ്യായിട്ടല്ല പൊന്നെ. ഓടണം എത്ര ഞാൻ ഓടട്ടെ. അല്ല കുറച്ചു നേരം നടന്നു കാണി ഞങ്ങളിതാ കുറച്ചു നേരം ഓടി അല്ലേ. എനിക്ക് ഓടാൻ പോയിട്ട് നടക്കാനും കൂടി വെച്ചാത്ത അവസ്ഥയാണ്. ഓൻ കരഞ്ഞിട്ട് നിന്നിട്ട് ഓനക്ക് വെള്ളം വേണത്ര. കരഞ്ഞു ഓൻ്റെ കുപ്പിയിൽ തന്നെ വെള്ളം ഉണ്ട് കരഞ്ഞിട്ട് ഓൻ കുടിക്കാണ്. പിന്നെ അതിൻ്റെ അവസ്ഥകൾ ഓനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഇതൊക്കെ ഉച്ചക്ക് മാമുന്നില്ലേ, രാവിലെ ചായ കുടിച്ചില്ലേ, ഇടക്കിടക്ക് വെള്ളം കുടിച്ചിട്ടുണ്ടാ വെള്ളം കുടിക്കണ്ട ഇടക്കിടക്ക്. ഇതൊന്നും ഉമ്മച്ചി ചെയ്തിട്ടില്ല, നോമ്പല്ലേ. അതുകൊണ്ടാണ് ഉമ്മച്ചിക്ക് ഓടാൻ പറ്റാത്ത. അല്ലെങ്കിൽ ഓടല്ലേ എന്നെ എടുത്തിട്ട്. ഇപ്പൊ നടന്നോട്ടെ അല്ലെങ്കിൽ ഓടാ. എടുക്കണം കണ്ടാ ഒരടി ഓനക്ക് വെച്ച് എന്നെക്കാട്ടി വലിയ നോമ്പ് അമ്മടുക്ക. ഓനെ ഒന്നും എടുത്തു കൊണ്ടുവരണോണ്ടേ. അതിൻ്റെ അടുക്ക് അപ്പൂപ്പനാടിനെ കണ്ടിക്കണിട്ടാ. ഇപ്പൊ ഓടണ്ട, നടന്നാ മതി എന്നൊരു ഇളവ് തന്നിക്കാണ്. ഇനി എടുക്കണം കണ്ടാ, കൈ ഇങ്ങനെ നീട്ടി വരും. അപ്പൊ ഞാൻ ഉറങ്ങി എന്നിട്ട് അതിൻ്റെ അടുക്ക് ഉമ്മ ഇവിടെ ചായ വെച്ചിക്കണ്. റൈഹാനിക്കും ഓനക്കും കൂടെ ഉണ്ടാക്കിയതാണ്. പിന്നെ പഴം വാട്ടിയൊക്കെ വെച്ചിക്കണ് കേട്ടാ ഓനക്ക് കൊടുക്കാന്. ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. സാധാരണ ഞാൻ ചായ വെച്ചിട്ടാണ് പോക്ക്, ഇന്ന് വേഗം ഓടിയതാ. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിക്കണ്, പഴം വാട്ടിയതാണ്. എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഞാൻ കുറച്ചൊക്കെ ഓനെ കൊണ്ട് കഴിപ്പിച്ചു കേട്ടോ. ബാക്കി പിന്നെ മതിയാക്കിയിട്ട് മതിയെന്ന് തീർത്ത് പറഞ്ഞിട്ട് ഓൻ പോയി. പിന്നെ കുത്തി നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും മതിയാക്കിയിട്ടാ. അങ്ങനെ പിന്നെ അതവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ വൈകിട്ടത്തെ പരിപാടി തുടങ്ങുകയാണ്. ഇതിൽ ചോറ് വെക്കുന്നുണ്ട്, തക്കാളി താളിക്കുന്നുണ്ട്, അതേപോലെ തന്നെ വത്തക്ക ജ്യൂസൊക്കെ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. പാലൊക്കെ ഒഴിച്ചിട്ട് വത്തക്ക ചെത്തിയിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുമല്ലോ, അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അടുത്ത് ഇതാ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഫുഡ് കൊടുന്നേരം വന്നാട്ടാ. ഇന്ന് മന്തിയാണ്, പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കണില്ല, ചോറൊക്കെ റെഡി ആക്കിയിരിക്കണമല്ലോ. അങ്ങനെ മന്തിയും അൽഫാം അതൊക്കെ എന്നിട്ട് ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട്. പിന്നെ ഞങ്ങളിതാ ടേബിളിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പിന്നെ അതിലേക്കൊക്കെ ഒഴിച്ചാണ്. ഐസിന് നേരത്തെ കഴിച്ച് വെച്ച അതേ സാധനം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നോമ്പറന്നതിന് ശേഷം ആർക്കെങ്കിലും വേണമെങ്കിൽ തിന്നോട്ടെ വിചാരിച്ചിട്ട് അത് അവിടെ നിന്ന് മാറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ വത്തക്ക വെള്ളം ഫസ്റ്റ് തന്നെ ഇതാ ഗ്ലാസ്സിലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ വാട്ടർമെലൺ ഡ്രിങ്ക് ആണ് കേട്ടോ. പാലൊക്കെ ഒഴിച്ചുകൊണ്ട് ഐസിന് കസാൽമെന്ന് വീണത് അവിടെ. പിന്നെ അതേപോലെ ഇന്ന് നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഫുഡ് ഇതാണ് കേട്ടോ, മന്തി. പിന്നെ ഇതെന്താണ് പെരി പെരി അൽഫാമാ, പെരി അൽഫാമാണ് കേട്ടോ. ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഐസും ഇതാ നോമ്പറക്കണുണ്ട്. ഇപ്പൊ തന്നെ ബാങ്ക് കൊടുത്തിട്ടില്ല. അപ്പൊ ബൈ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പൊ തന്നെ പറയാനായിട്ട് അല്ലേ. അങ്ങനെ എനിക്കും ഐസിനുള്ള ഫുഡൊക്കെ ഞാനിതൊരു പാത്രത്തിലേക്ക് എല്ലാം കുറച്ച് വിളമ്പി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ടേബിൾ മൂന്ന് നിലത്തേക്ക് ഇരുന്നു കേട്ടോ. നിലത്തിരുന്ന് സ്വസ്ഥമായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്രം മോറലാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബൈ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും.